ഹലോ ഫ്യൂച്ചർ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ വീഡിയോസിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറക്സിലെ ബേസിക് ടേംസ്, എന്താണ് കറൻസി പെയർ, എന്താണ് ഫോറക്സ്, എന്താണ് മേജർ കറൻസി പെയർ, മൈനർ കറൻസി പെയർ, എക്സോട്ടിക് കറൻസി പെയർ, അതുപോലെ തന്നെ ആരൊക്കെയാണ് ട്രേഡിങ്ങിലെ ഫോറക്സ് ട്രേഡിങ്ങിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാർട്ട്സും കാര്യങ്ങളും പറഞ്ഞു അല്ലേ, ക്യാൻഡിൽസിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഫോറക്സിലെ ഫൗണ്ടേഷനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ്, അതായത് ഫോറക്സ് ടെർമിനോളജീസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രേഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് അതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടേംസ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേംസ് എന്ന് പറയുന്നത് ബിഡ്, ആസ്ക് പ്രൈസ്, അതുപോലെ സ്പ്രെഡ് എന്താണ്, പിപ്പ് എന്താണ്, ലോട്ട് സൈസ് എന്താണ്, ലെവറേജ്, മാർജിൻ, ബാലൻസ് ആൻഡ് ഇക്വിറ്റി, സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ്, അങ്ങനെയുള്ള ടേംസ് ആണ് ഇന്ന് നമ്മൾ എന്താണെന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേം ആയിട്ടുള്ള ബിഡ്, അതുപോലെ തന്നെ ആസ്ക് പ്രൈസ്, ബിഡ് പ്രൈസ് ആൻഡ് ആസ്ക് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സിംപ്ലി പറയുകയാണെങ്കിൽ ബിഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, സെൽ പ്രൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആസ്ക് പ്രൈസ് എന്ന് പറയുമ്പോഴോ ബൈ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗോൾഡാണ്, ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3365.25. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ പ്രൈസിൽ ഈ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് നമ്മളിൽ നിന്ന് ബൈ ചെയ്യുന്ന ആ പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സെല്ല് അമർത്തുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ, സെല്ല് പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ സെല്ല് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുന്നത്, നമ്മുടെ ട്രേഡ് ഓപ്പൺ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3365.25 നമ്മൾ എന്ത് ചെയ്യുക, സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ബിഡ് പ്രൈസ് ആയിട്ടുള്ള 3365.25 ട്രേഡ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആസ്ക് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സിംപ്ലി പറയുകയാണെങ്കിൽ അതെന്താണ്, ബൈ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3365.50 എന്തെന്ന് പറയുന്നത് ആസ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ്, അവിടെ നമ്മൾ ബൈ ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ബൈ ആണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നത്, നമ്മുടെ ട്രേഡ് ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്, ഈ പ്രൈസിലാണ്. ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് 3365.50 അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുക, ട്രേഡ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ബൈ ട്രേഡ് ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്, 3365.50. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി ഇപ്പോഴത്തെ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് 3365.25. ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത് 3365.50. അപ്പോൾ നമ്മൾ സെല്ലാണ് അമർത്തെങ്കിൽ ശരിക്കും ബിഡാണ്. ഓക്കെ, അപ്പോൾ ബിഡ് പ്രൈസ് എന്ത് ചെയ്യുക, ട്രേഡ് ഓപ്പൺ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ബൈ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഉണ്ടാവുക, ആസ്ക് പ്രൈസ് ആയിട്ടുള്ള 3365.50 എന്ത് ചെയ്യുക, ട്രേഡ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെൽ പ്രൈസ്, അതുപോലെ ആസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ. ഓക്കെ, അപ്പോൾ അതാണ് ബിഡ്, അതുപോലെ തന്നെ ആസ്ക് പ്രൈസ്. ഇനി അടുത്തൊരു ടേമാണ് എന്ത്, സ്പ്രെഡ്. കൂടുതൽ പേരും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ സ്പ്രെഡ് എന്നുള്ള ടേംസ് കേട്ടിട്ടുണ്ടോ. എന്താണ് സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആസ്ക് പ്രൈസും അതുപോലെ തന്നെ ബിഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ബിഡും അതുപോലെ ആസ്കും എന്താണെന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഓരോ ട്രേഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രോക്കർ എടുക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്പ്രെഡ് ചാർജാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബിഡും ആസ്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ബിഡ് എന്ന് പറയുന്നത് 3365.25. അതുപോലെ ആസ്ക് എന്ന് പറയുന്നതോ 3365.50. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ, അതാണ് എന്ത്, സ്പ്രെഡ്. അപ്പോൾ ഇവിടെ എത്രയാണ്, 0.25 എന്തെന്ന് പറയുന്നത്, സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്രെഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആസ്ക് ആൻഡ് ബിഡ്. രണ്ട് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വരുന്ന ട്രേഡിംഗ് കോസ്റ്റ്, ബ്രോക്കർ ഈടാക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 0.25. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ട്രേഡിംഗ് കോസ്റ്റ് എത്രയാണ്, 0.25. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രോക്കർ ഈടാക്കുന്ന ചാർജാണ് എന്ത്, സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രോക്കർ എടുക്കുന്ന ഈ ഒരു ട്രേഡിന് എടുക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 0.25. ഓക്കെ, അതെന്താണ്, നമ്മൾ പൊസിഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താവും, ഡിഡക്റ്റ് ചെയ്യും.
ഓക്കെ, അപ്പോൾ നമ്മൾ ബിഡ് എന്താണ്, ആസ്ക് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ സ്പ്രെഡ്, അടുത്തൊരു ടേമാണ് സ്പ്രെഡ്. സ്പ്രെഡ് എന്ന് പറയുന്നത് എന്താണ്, ബിഡും ആസ്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ഇനി ഈ സ്പ്രെഡ് ഫിക്സഡ് ആണോ? അല്ല. സ്പ്രെഡ് എന്താവാം, ചേഞ്ച് ആവാം അല്ലേ? ഇനി ഈ പറഞ്ഞ സ്പ്രെഡ് ഫിക്സഡ് ആണോ? അല്ല. ചേഞ്ച് ചെയ്യാം അല്ലേ? ചേഞ്ച് ചെയ്യാം. എങ്ങനെയാണ് ഈ സ്പ്രെഡ് ചേഞ്ച് ചെയ്യാം? ഓക്കെ, അപ്പോൾ മാർക്കറ്റ് വോളറ്റൈൽ ആവുന്ന സമയത്ത് എന്താവും, സ്പ്രെഡിൽ ചേഞ്ചസ് വരാം. അതുപോലെ അടുത്തതാണ് ട്രേഡിംഗ് സെഷൻ. ഓക്കെ, ട്രേഡിംഗ് സെഷൻസിൽ ഉണ്ടാകുമ്പോഴും എന്തുണ്ടാവാം, സ്പ്രെഡ് ചേഞ്ച് ആവാനുള്ള. അതുപോലെ മേജർ ന്യൂസ് റിലീസസ് വരുമ്പോൾ, ഇപ്പോൾ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ CPI PPI അങ്ങനെയുള്ള ഹൈലി വോളറ്റാലിറ്റി ഉണ്ടാവാനുള്ള ന്യൂസ് ഇവൻറ്റ്സ് വരുമ്പോഴും എന്താവാം, സ്പ്രെഡിലെ ചേഞ്ചസ് വരാം. അതുപോലെ ലിക്വിഡിറ്റി, ഓക്കെ, കൂടുതൽ ബയേഴ്സ് സെല്ലേഴ്സ് ഉണ്ടാവുന്ന ടൈമിലും എന്ത് വരാം, സ്പ്രെഡിലെ ചേഞ്ചസ് വരാം. അപ്പോൾ ഈ ഫാക്ടേഴ്സാണ് സ്പ്രെഡിനെ ചേഞ്ച് വരുത്തുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മാർക്കറ്റ് വോളറ്റാലിറ്റി, ട്രേഡിംഗ് സെഷൻ, അതുപോലെ ടൈം സെഷൻ, ന്യൂസ് റിലീസസ്, ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ സ്പ്രെഡിനെ ചേഞ്ചസ് വരുത്തുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മാർക്കറ്റ് വോളറ്റാലിറ്റി, ട്രേഡിംഗ് സെഷൻ, അതുപോലെ മേജർ ന്യൂസ് റിലീസസ്, ലിക്വിഡിറ്റി. അടുത്ത ടേമാണ് പിപ്പ്. അപ്പോൾ നമുക്ക് എന്താണ് പിപ്പ് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ പിപ്പ് എന്താണ്? പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഇൻ പോയിന്റ്. ഓക്കെ, നമ്മളുടെ കറൻസിയിൽ ഉണ്ടാവുന്ന ആ സ്മോളസ്റ്റ് പ്രൈസ് മൊമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0.0001. ഓക്കെ, ഇതിലെ മോസ്റ്റ് കറൻസി പെയേഴ്സിലും 1 പിപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 0.0001 ആണ്. ഓക്കെ, ഇതിലെ 4th ഡെസിമൽ പ്ലേസിനെയാണ് നമ്മൾ പിപ്പ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. യൂറോ യു എസ് ടി 1.10000 നിന്ന് 1.10010 എന്തായി, ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര പിപ്പ് മൂവ്മെൻ്റ് ആണ്? എത്ര പിപ്പാണ് യൂറോ USD ചേഞ്ച് ചെയ്ത്? അത് നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 4th ഡെസിമൽ പ്ലേസിലുള്ളതാണ് നമ്മൾ പിപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 4th എത്രയാണ്? 0. ഇവിടെ എത്രയാണ്? 1 അല്ലേ? അപ്പോൾ 0യിൽ നിന്ന് 1ലേക്കായി. അപ്പോൾ എത്ര പിപ്പ് മൂവ്മെൻ്റ് ആയി? 1 പിപ്പ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ യൂറോ USD പെയർ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്രയാണ്? 1 പിപ്പ് മൂവ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 4th ഡെസിമൽ പ്ലേസ് നോക്കുകയാണെങ്കിൽ 1 പിപ്പ് മൂവ്മെൻ്റ് ആണ്. ഈ കറൻസി പെയറിലെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 1 പിപ്പ് മൂവ്മെൻ്റ് ആണ്. ഇനി നമുക്ക് JPY പെയറിലേക്ക് പോവാം. ജാപ്പനീസ് yen. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു യൂറോ USDയിലൊക്കെ എത്രയാണ്? 4th പൊസിഷനാണ്, 4th ഡെസിമൽ പ്ലേസ് ആണ് നോക്കുക. അപ്പോൾ എത്രയാണ്? 1 പിപ്പ് മൂവ്മെൻ്റ് ആണ്. നമ്മൾ മുന്നേ പറഞ്ഞ എക്സാമ്പിളിൽ 1 പിപ്പ് മൂവ്മെൻ്റ് ആണ് ഉണ്ടായത്. ഇനി നമ്മളിപ്പോൾ JPY പെയേഴ്സ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ USD JPY അല്ലെങ്കിൽ യൂറോ JPY ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പിപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 0.01 ആണ്. ഓക്കെ, അപ്പോൾ എത്രയാണ്? സെക്കൻഡ് ഡെസിമൽ പ്ലേസ് ആണ് നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ 145.20 നിന്ന് 145.21 ആയി. അപ്പോൾ ഇവിടെ എത്ര പിപ്പ് മൂവ്മെൻറ്റാണ്? ഞാൻ പറഞ്ഞു സെക്കൻഡ് പൊസിഷനാണ് നോക്കുക എന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ 145.20 നിന്ന് 145.21 ആയി. 0യിൽ നിന്ന് 1 ആയി അല്ലേ? അപ്പോൾ എത്ര പിപ്പ് മൂവ്മെൻ്റ് ആണ് ഈ കറൻസി പെയറിൽ ഉണ്ടായിട്ടുള്ളത്? 1 പിപ്പ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ JPY പെയേഴ്സ് വരുമ്പോൾ നമ്മൾ എത്രയാണ്? 1 പിപ്പ് എന്ന് പറയുന്നത് 0.01 ആണ്. സോ നമ്മൾ എത്രയാണ്? സെക്കൻഡ് ഡെസിമൽ പ്ലേസ് ആണ് എടുക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിളിൽ 145.20യിൽ നിന്ന് 145.21 ആയി എന്ന് പറയുമ്പോൾ നമുക്കവിടെ 1 പിപ്പ് മൂവ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ പിപ്പ് എവിടെയൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പിപ്പെന്ന് നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാകും. പ്രോഫിറ്റും ലോസും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്നൊരു ടേമാണ് പിപ്പ് അല്ലേ? എത്ര പിപ്പും ലോട്ടും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് കിട്ടുക, എത്രയാണ് നമുക്ക് ലോസ് ആവുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പിപ്പ് മെഷർ ചെയ്യാറുണ്ട്. പിപ്പും ലോട്ടും നോക്കിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റും ലോസൊക്കെ നമ്മൾ മെഷർ ചെയ്യാറ്. അതുപോലെ തന്നെ റിസ്ക്, നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ എത്ര റിസ്ക് എടുക്കും അല്ലേ? അതിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പിപ്പ് എന്നുള്ളൊരു ടൈം കടന്നു വരാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസും TPയും വെക്കാനും നമ്മൾ പിപ്പ് മൂവ്മെൻറ്റ്, എത്ര പിപ്പ് മൂവ്മെൻറ്റിലാണ് എനിക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, അതുപോലെ തന്നെ എത്ര പ്രോഫിറ്റ് TP ടേക്ക് പ്രോഫിറ്റ് എവിടെ വെക്കണം, ആ ഒരു ടൈമിലും നമ്മൾ പിപ്പ് നോക്കാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പ്രൈസ് മൂവ്മെൻറ്റ്സ് കമ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ഈ പിപ്പ് വെച്ചിട്ടാണ് നമ്മൾ പ്രൈസ് മൂവ്മെൻറ്റ്സും കമ്പയർ ചെയ്യാറ്.
ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മൾ പ്രോഫിറ്റ് ലോസ് അത് മെഷർ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലും എന്താണ് ഈ പിപ്പ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കൺസിഡർ ചെയ്യാറുള്ളത്. മെയിൻലി നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പിപ്പ് ലോട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് എത്ര ഡോളർ മൂവ്മെൻറ്റ്, എത്ര പ്രൈസാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക അല്ലെങ്കിൽ എത്രയാണ് ലോസ് കിട്ടുക എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിപ്പ് മെയിൻലി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പിപ്പിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞൊരു ടേമാണ് എന്ത്, ലോട്ട് സൈസ്. അപ്പോൾ എന്താണ് ലോട്ട് സൈസ്? ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ എത്ര ലോട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു മെയിൻ ആയിട്ടുള്ളൊരു ടേമാണ് എന്ത്, ലോട്ട് സൈസ്. ലോട്ട് സൈസ് നമ്മൾ എന്ത് ചെയ്യും, ലോട്ട് സൈസ് ടെൽ us ഹൗ മച്ച് ഓഫ് an asset we are trading. നമ്മൾ എത്ര അസെറ്റാണ് നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് എടുക്കുന്നത്, ആ ഒരു സൈസ്, അതാണ് ലോട്ട് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗോൾഡിൻ്റെ കേസിൽ ഒരു ലോട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 100 ounce ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ലോട്ട് സൈസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ വൺ ലോട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 100 ounces ആണ്. അതുപോലെ തന്നെ 0.50 ലോട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 50 ounces ആണ്. അതുപോലെ 0.10 ആകുമ്പോഴോ 10 ounces ആയി, 0.01 ആകുമ്പോൾ 1 ounce ആയി. അപ്പോൾ ഇതാണ് നമ്മൾ ലോട്ട്സ് എത്ര ഔൺസ് ആണെന്നുള്ള ഒരു കാൽക്കുലേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഓക്കെ, നമ്മൾ ഹൈ ലോട്ട് എടുക്കുമ്പോൾ നമുക്കത് ബെനിഫിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹയർ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ലോട്ട് സൈസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് എന്താണ്, ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് അത്രയും ലോസും വരും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ബിഗിനറൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെറിയ ലോട്ട് സൈസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ 0.01 ആണെങ്കിൽ നമുക്ക് ചെറിയ എന്തേ കിട്ടുള്ളൂ, ചെറിയ പ്രോഫിറ്റേ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളൊരു $1 മൂവ്മെൻ്റ് ആണ് ഉണ്ടാകുന്നത്, ഞാനൊരു ബൈ പൊസിഷനാണ് എടുത്തത്, $1 മൂവ്മെൻ്റ് ആണ് ഉണ്ടാവുന്നതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ബൈ പൊസിഷൻ എടുത്തു, അവിടെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് $1 മൂവ്മെൻ്റ് ആണ്, എനിക്ക് പ്രോഫിറ്റ് കിട്ടി. $1 മൂവ്മെൻ്റ് ആണ്, ഞാൻ എടുത്ത ലോട്ട് സൈസ് 0.01 ആണെങ്കിൽ എനിക്ക് അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്, $1 എനിക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ 0.10 ലോട്ടാണ് ഞാൻ ആ 0.01 പകരം ഞാൻ 0.10 ലോട്ടാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്, $10 ആണ്. ഓക്കെ, അപ്പോൾ സെയിം പൊസിഷനിൽ തന്നെ ഞാൻ ട്രേഡ് എടുത്തു, പക്ഷേ 0.01 ആയപ്പോൾ എനിക്ക് $1 കിട്ടുള്ളൂ, 0.10 എടുത്തപ്പോൾ എനിക്ക് $10 കിട്ടി, പ്രോഫിറ്റ് കൂടി അല്ലേ. ഇനി അതേസമയം നേരെ റിവേഴ്സ് ആണ് നടക്കുന്നതെങ്കിൽ ഞാൻ 0.01 ആണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് എത്രയാണ്, $1 ലോസേ ആവുള്ളൂ. ഓക്കെ, പക്ഷേ 0.10 ആണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് എത്ര വരും, $10 ലോസ് വരും. അപ്പോൾ അതാണ്, അപ്പോൾ റിസ്ക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിഗിനറൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ലോട്ട് സൈസ് ആയ 0.01 ലോട്ടിട്ട് ട്രേഡ് ചെയ്യാം. പിന്നെ നമ്മളതിൽ ഓക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് വേണം അല്ലേ, കൂടുതൽ പ്രോഫിറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലോട്ട് സൈസ് കൂടുതലായിട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ലോട്ട് സൈസ് എടുക്കുക അല്ലേ. ചെറിയൊരു ക്യാപിറ്റലുള്ളൂ, വലിയൊരു ലോട്ട് സൈസ് എടുക്കുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ലോസ് ആണ് വരുന്നതെങ്കിൽ അത്രമാത്രം നമുക്ക് എന്തുണ്ടാവും, ലോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അതുപോലെ നമ്മൾ എടുക്കുന്ന റിസ്ക് അല്ലേ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ലോട്ട് സൈസ് സെലക്ട് ചെയ്യുക. ബിഗിനേഴ്സ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക, 0.01 എടുത്ത് ആദ്യം ചെയ്യാം. ഇനി അടുത്തൊരു ടേമാണ് ലെവറേജ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു ബ്രോക്കറിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കുക, നിങ്ങൾ എത്ര ലെവറേജ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ ചോദിക്കുക അല്ലേ. അപ്പോൾ എന്താണ് ലെവറേജ് എന്ന് നമുക്ക് നോക്കാം. ലെവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാർജർ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാർജർ പൊസിഷൻ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് $100 ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ലെവറേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 1:100 ആണ് ലെവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ബൈയിങ് പവർ എത്രയാണ്, 100 × 100, അതായത് $10,000 ആണ് നമുക്ക്, അതിലാക്കിയാണ് നമുക്ക് ബൈയിങ് പവർ കിട്ടുന്നത്. $100 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ എനിക്ക് എത്രയാണ്, $10,000 എനിക്ക് ബൈയിങ് പവർ കിട്ടി. അത്രയും ബൈയിങ് പവർ കിട്ടി, അതാണ് ലെവറേജ് എന്ന് പറയുന്നത്. നമുക്ക് ചെറിയ എമൗണ്ട് ആണ് നമ്മളെ ക്യാപിറ്റലുള്ളൂ, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലാർജ് പൊസിഷനിൽ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും. അതിനും എന്തുണ്ട്, ബെനഫിറ്റ്സും അതുപോലെ തന്നെ റിസ്ക് ഉണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ബെനഫിറ്റ് എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് വലിയ ട്രേഡ്സ്, വലിയ ബൈയിങ് പവർ നമുക്ക് എന്ത് കിട്ടും. ഓക്കെ, ലെവറേജിനും എന്താണ്, ബെനഫിറ്റ്സും അതുപോലെ തന്നെ റിസ്ക്കും ഉണ്ട്. ബെനഫിറ്റ് എന്താണ്, നമുക്ക് എന്താണ് നമുക്ക് ഹയർ ബൈയിങ് പവർ കിട്ടുകയാണ് ചെറിയ എമൗണ്ട് വെച്ചിട്ട്. റിസ്ക് എന്താണ്, നമ്മളത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ്,
വലിയ ലോസിലേക്ക് പോകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അതാണ് എന്ത് ലെവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ എന്താ പറഞ്ഞത്, ബിഡ് എന്താണ്, ആസ്ക് എന്താണെന്ന് പറഞ്ഞു, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്പ്രെഡ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ പിപ്പ് പറഞ്ഞു, ലോട്ട് സൈസ് പറഞ്ഞു, അതുപോലെ തന്നെ ലെവറേജ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്.